പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ തിരുവചനങ്ങളെ ധ്യാനിക്കേണ്ടതിന് ചേർന്നിരിപ്പാൻ നമുക്ക് സംഗതി വരുത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നാം ഈ ദിനങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യന് വന്നു ഭവിക്കുന്ന, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചുള്ള ഒരു ആത്മീക ദർശനമാണ്. രണ്ട് ചിന്തകൾ മുൻപ് കേട്ടത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്ന് പ്രത്യാശിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ സ്വാഭാവികമായി നമ്മെ ദൈവത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പല കഷ്ടതകളും ദൈവതിരുനാമത്തിൻ്റെ മഹത്വത്തിനായി തന്നെ തീരുന്നു. രണ്ടാമത് നാം കേട്ടത് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വിശ്വസ്തതയുമാണ് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളിലൂടെ വെളിപ്പെട്ട് വരുന്നത് എന്ന മനോഹരമായ ചിന്തയാണ്. മൂന്നാമത് മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചാൽ, സങ്കീർത്തകൻ ഇങ്ങനെ പാടുന്നുണ്ട്. വേദപുസ്തകത്തിലെ മനോഹരമായ പാട്ടുപുസ്തകങ്ങളിലൊന്നായ സങ്കീർത്തന പുസ്തകത്തിലെ ഏറ്റവും വലിയ പാട്ട് 119 സങ്കീർത്തനമാണ്. 119 സങ്കീർത്തനം 22 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അത് വളരെ ഗഹനമായതും വളരെ മനോഹരമായതും ജീവിതഗന്ധിയായതും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എല്ലാ തുറകളിലും സ്പർശിക്കുന്നതുമായ ഒരുപാട് സംഗതികളെ തൊട്ട് കടന്നു പോകുന്നതും വ്യാഖ്യാനിച്ചു തരുന്നതുമായ ഒരു മനോഹരമായ സങ്കീർത്തനമാണ്. അതിലെ 71 തിരുവചനത്തിലെത്തുമ്പോൾ അവിടെ ഇങ്ങനെ സങ്കീർത്തകൻ മനോഹരമായി പാടുന്നത് നാം കാണുന്നുണ്ട്. നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ അത് നിമിത്തം എനിക്ക് നിൻ്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ കഴിഞ്ഞു എന്ന് നമുക്കതിനെ ഒന്ന് വ്യക്തതയോടെ വായിച്ചെടുക്കാനായിട്ട് ഇടവന്നാൽ എത്ര മനോഹരമാണ് വാക്യം എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ കഷ്ടത ശരിക്കും ദൈവത്തെ അറിയാൻ, ദൈവഹിതമറിയാൻ, ഒപ്പം ദൈവം നമുക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളതും കൽപ്പിച്ച് നൽകിയിട്ടുള്ളതുമായ പ്രമാണങ്ങളെ ബോധ്യപ്പെടാനുള്ള ഒരു മനോഹരമായ വേദിയാണ്, അവസരമാണ്, സന്ദർഭമാണ് എന്ന് നാം തിരിച്ചറിയണം. ഇത് പലർക്കും ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. കഷ്ടതയുടെ നാളുകളിലാണ് സങ്കീർത്തകൻ ദൈവത്തിൻ്റെ വേദപ്രമാണത്തെ ആഴമായി പരിശോധിച്ചിട്ടുണ്ടാവുക. അപ്പോഴാണ് ആ വേദപ്രമാണത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ചട്ടങ്ങളെക്കുറിച്ച്, വിധികളെക്കുറിച്ച് വ്യക്തമായ ഒരാത്മീക ദർശനം സങ്കീർത്തകന് കിട്ടിയിട്ടുണ്ടാവുക. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, വേദപ്രമാണം വായിക്കുന്ന പലർക്കും അതിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങളുടെ അർത്ഥം എന്താണെന്ന് ബോധ്യപ്പെടാറില്ല. നമ്മൾ പലപ്പോഴും വേദപ്രമാണത്തിലെ വായനകളിലൂടെ അത് നമുക്ക് ഹിതകരമാവണ്ണം വ്യാഖ്യാനിക്കുന്ന രീതിയാണ് ഉള്ളത്. ഈ നാളുകളിൽ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്ന ധാരാളം ആളുകളത് വ്യാഖ്യാനിക്കുന്നത് തങ്ങളുടെ മനോഗിതത്തിനൊത്തവണ്ണമാണ്. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കത്തക്കവണ്ണം ദൈവവചനത്തെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശീലം ആദ്യകാലം മുതലേ ഉള്ളതാണ്. ഇപ്പോഴും അത് നല്ല ഒരളവിൽ നിലനിൽക്കുന്നുണ്ട്. സ്വന്തം താല്പര്യങ്ങളെ അല്ലെങ്കിൽ തൻ്റെ കാഴ്ചപ്പാടുകളെ ദൈവവചനത്തിലൂടെ ശരിയാക്കി തീർക്കുക, അല്ലെങ്കിൽ അതിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു രീതി. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് കഷ്ടതയുടെ നാളുകളിൽ ആ വേദപ്രമാണത്തെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ്. കഷ്ടതയുടെ നാളുകളിൽ വേദപ്രമാണത്തെ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകും, അതിൻ്റെ ആഴം ശരിക്കും ബോധ്യപ്പെടും. ദൈവിക ന്യായവിധിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളവയാണ്, എന്നെക്കുറിച്ചല്ല എന്നാണ് ആരോഗ്യത്തോടും ബലത്തോടും സംതൃപ്തിയോടുമൊക്കെ ഇരിക്കുന്ന ഒരാളത് വായിക്കുമ്പോൾ അയാൾക്ക് ബോധ്യപ്പെടുക. എന്നാൽ അയാൾ കഷ്ടത്തിലായിരിക്കുമ്പോഴാണ് ഇത് എന്നെക്കുറിച്ച് എഴുതപ്പെട്ട വരികളാണ് എന്നൊരു ബോധം അയാൾക്കുണ്ടാവുക. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. ജീവിതത്തിൽ ഒരേ കാര്യം മുൻപ് വായിച്ചപ്പോൾ ബോധ്യപ്പെട്ട വിധവും ഇപ്പോൾ വായിച്ചപ്പോൾ ബോധ്യപ്പെട്ട വിധവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എപ്പോഴും വിലയിരുത്തേണ്ട ഒരു വിഷയമാണ് ഇത്. നാം ദൈവവചനത്തെ ആഴത്തിൽ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല. എല്ലാം നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കും
മനോഹിതത്തിനും അനുസരിച്ച് നാം വ്യാഖ്യാനിക്കുകയാണ്. എന്നാൽ എന്താണ് ദൈവം പറഞ്ഞതെന്ന് കാര്യകാരണസഹിതം മുൻകൂട്ടി ബോധ്യപ്പെട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ നാളെ വന്നു ഭവിക്കാവുന്ന വലിയ ഭവിഷ്യത്തുകളൊക്കെ നമുക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് കഴിയും. എന്നാൽ പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല, നാം അത് ശ്രദ്ധിക്കുന്നില്ല, നാം അതിന് ശ്രമിക്കുന്നില്ല. മറിച്ച് ആദ്യം പറഞ്ഞതുപോലെ ഇതൊക്കെ മറ്റാരെക്കുറിച്ചോ ഒക്കെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ന ആളുകളെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതാണ്, അത് എനിക്ക് ബാധകമല്ല എന്ന ഒരു വിധി നമ്മൾ സ്വാഭാവികമായും പറഞ്ഞു വയ്ക്കുന്നു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം പരാജയപ്പെട്ടു പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭവിച്ച കഷ്ടതകളാണ് ദൈവീക ഹിതങ്ങളെ ആഴത്തിൽ അറിയാൻ എന്നെ സഹായിച്ചത് എന്ന്, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ എന്നെ സഹായിച്ചതെന്ന് സങ്കീർത്തകൻ പാടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന് പാഠമായി ഭാഗമായി തീരേണ്ടതാണ്. നമ്മളൊരിക്കലും ദൈവഹിതത്തിന് വിരുദ്ധമായി ചിന്തിക്കേണ്ടവരല്ല എന്നുള്ളത് കൂടെ ബോധ്യപ്പെടുക. ദൈവഹിതത്തിന് വിരുദ്ധമായ ചിന്തയും വ്യാഖ്യാനവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതായിട്ട് ഉണ്ട്. പ്രയാസങ്ങളുടെ നാളുകളിലൂടെ കടന്നു പോയപ്പോഴാണ് പല ആളുകൾക്കും ദൈവഹിതം എന്താണെന്ന് ശരിക്കും മനസ്സിലായത്. അത് ഒരുപാട് പേരവരുടെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ദൈവത്തോട് ചോദിക്കുന്ന വലിയ ഒരു ചോദ്യമാണ്, ദൈവമേ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന്. പഴയ നിയമത്തിലെ ഭാഗ്യവാനായ ജോസഫിനെ നമുക്കറിയാം. അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ ജനിച്ചത് വലിയ സമൃദ്ധിയുടെ മധ്യത്തിലേക്കാണ്. അവൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ 10 പേരുണ്ട്. 11ാമനായിട്ടാണ് അവൻ ജനിക്കുന്നത്. അവനങ്ങനെ ജനിക്കുമ്പോൾ യാക്കോബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായ ഭാര്യയായ റാഹേലിൽ നിന്ന് ജനിച്ച മകൻ എന്ന നിലയിൽ, ദീർഘനാളത്തെ കാത്തിരിപ്പിൻ്റെ സന്തതി എന്ന നിലയിൽ, തൻ്റെ എല്ലാ പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിപൂർത്തീകരണം എന്ന നിലയിൽ ജോസഫ് എന്നു പേരുള്ള ഭാഗ്യവാനായ ആ കുഞ്ഞിനെ അവൻ്റെ പിതാവ് വളരെയധികം സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ അവന് മറ്റ് സഹോദരന്മാരെക്കാൾ അധികം പരിചരണം കിട്ടി, വിശേഷപ്പെട്ട വസ്ത്രം പലപ്പോഴും കിട്ടി. അവനെ അപ്പൻ അടുത്തു നിന്ന് മാറാതെ കൂടെ നിർത്തി വളർത്തി. അവന് മറ്റുള്ളവരെ പോലെ ബുദ്ധിമുട്ടോ ക്ലേശമോ ഒന്നും സഹിക്കേണ്ടി വന്നില്ല. മാത്രമല്ല, താൻ അറിഞ്ഞ ദൈവത്തെക്കുറിച്ച് യാക്കോബ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അവനോടാണ്. യൗസേഫിൻ്റെ ജീവിതത്തിൻ്റെ ബാല്യകൗമാരങ്ങളൊക്കെ വലിയ ആനന്ദത്തിൻ്റെ നാളുകളായിരുന്നു. എന്നാൽ ഈ ജോസഫിനോട് ദൈവം വ്യക്തമായി ഇടപെടുന്നുണ്ടായിരുന്നു. മറ്റാർക്കും കൊടുക്കാത്ത ചില ദർശനങ്ങളൊക്കെ ദൈവം അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതേക്കുറിച്ച് അവൻ വീട്ടിൽ സംസാരിച്ചപ്പോഴവൻ പരിഹസിക്കപ്പെടുകയാണ് ഉണ്ടായത്. അവൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ അതിൻ്റെ പേരിൽ അവനെ നിന്ദിക്കുവാനും ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു ദിവസം വളരെ ആകസ്മികമായി അത് സംഭവിച്ചു. ജ്യേഷ്ഠന്മാരെ കൂടി കാണുവാനും അവരുടെ ക്ഷേമം തേടുവാനും അവരോട് കൂടെ ഉല്ലാസം പങ്കിടുവാനുമാണ് അപ്പൻ്റെ നിർദ്ദേശപ്രകാരം അപ്പൻ കൊടുത്തയച്ച ചില വസ്തുവകകളുമൊക്കെയായി മേച്ചിൽപ്പുറത്തായിരുന്ന ജ്യേഷ്ഠന്മാരെ കാണുവാൻ ജോസഫ് പുറപ്പെട്ടു പോയത്. എന്നാൽ അവൻ വരുന്നത് കണ്ട് അവനെക്കുറിച്ച് അസൂയ പൂണ്ട് അവനെ വല്ലവിധേനയും ഒന്ന് ഉപദ്രവിക്കണം, അല്ലെങ്കിൽ ഒന്ന് വേദനിപ്പിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന ജ്യേഷ്ഠന്മാരുടെ മധ്യത്തിലേക്കാണ് അവൻ ചെന്നുപെട്ടത്. ഇരയെ തേടി നടന്ന കാട്ടുചെന്നായ്ക്കളുടെ കൂട്ടത്തിലേക്ക് ഒരാട്ടിൻകുട്ടി ചെന്നുപെട്ടതുപോലെയായിരുന്നു ജോസഫിൻ്റെ പിന്നത്തെ അവസ്ഥ. അവരവനെ കണ്ടപാടെ ഓടി വന്ന് ആക്രോശിച്ചു. അവൻ കൊണ്ടുചെന്ന സമ്മാനങ്ങളൊക്കെ അവർ വാങ്ങി വച്ചിട്ട് അവനെ അവർ മാരകമായി മർദ്ദിച്ചു. ഒരാൾ അവൻ്റെ വസ്ത്രം വലിച്ചു കീറിയത് മറ്റൊരാൾ ചെന്നായിക്കൂട്ടം ഒരു ഇരയെ കടിച്ചു കീറുന്നത് പോലെ കടിച്ചു കീറി. മറ്റൊരുത്തൻ അവൻ്റെ മുഖത്ത് ഇടിച്ചു, വേറൊരുത്തൻ അവൻ്റെ കവിളത്ത് തല്ലി, വേറൊരുത്തൻ അവൻ്റെ ശരീരം മാന്തി കീറി. അവരവനെ വളരെ ഭയാനകമായി ഉപദ്രവിച്ചു. എന്ന് വെച്ചാൽ, തങ്ങൾക്ക് ലഭിക്കാതെ പോയ പരിഗണന മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന നാളുകളായി കൂട്ടിവെച്ചിരുന്ന എല്ലാ വെറുപ്പും വിദ്വേഷവും പകയും സടകുടഞ്ഞ് പുറത്തു ചാടിയതാണ് ഈ കണ്ടത്. പൈശാചികമായ പെരുമാറ്റമായിരുന്നു അവരുടേത്. എന്നാൽ രൂപൻ കയറി ഇടപെടുന്നുണ്ട്. മൂത്തവൻ, അരുത്, നിങ്ങൾ ഈ ബാലകനെ കൊല്ലരുത്, അവനെ നിങ്ങൾ എവിടെയെങ്കിലും പൊട്ടക്കിണറ്റിലോ മറ്റോ ഇട്ട് കളക. അങ്ങനെയാണ് അവനെ പൊട്ടക്കിണറ്റിൽ ഇടുന്നത്. അവൻ ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് മരിച്ചു പോകുമോ, ആ നിലവിളി കേട്ട് ആരെങ്കിലും രക്ഷിക്കുമോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് യാദൃശ്ചികമായി മിസ്രൈമിലെ കച്ചവടക്കാർ അതുവഴി വന്നത്. കച്ചവടക്കാരെ കണ്ടപ്പോൾ രൂപൻ സ്ഥലത്തില്ലായിരുന്നു. മറ്റ് സഹോദരങ്ങൾക്ക് ഒരു ചിന്ത ഉദിച്ചു, ഇവനെ അങ്ങ് വിറ്റ് കാശ് വാങ്ങിയാൽ എന്താണ്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ കഷ്ടതകളുടെ പരമ്പരയിലേക്കാണ് ജോസഫ് പോകുന്നത്.
അതുവരെ ഉല്ലാസഭരിതനായി ജീവിച്ച ജോസഫിന് ഇപ്പോൾ മഹാസങ്കടത്തിലേക്ക് അവൻ തള്ളപ്പെടുകയാണ്. 20 വെള്ളിക്കാശിന് അവനെ വിറ്റു അവർ. അന്ന് അടിമക്കച്ചവടമുള്ള കാലമാണ്. സുന്ദരനും സുഭകനുമായ ഒരു ചെറുപ്പക്കാരനെ 20 വെള്ളിക്കാശിന് കിട്ടിയ ആനന്ദത്താൽ അവരവനെയും കൊണ്ട് പോയി. ജോസഫ് അവിടെ മുതൽ അവരുടെ പിന്നാലെ നടക്കുകയാണ്. ഒരടിമയായി, പേരില്ലാത്തവനായി, വ്യക്തിത്വമില്ലാത്തവനായി നടക്കുകയാണ്. അവിടെ മുതൽ അവൻ്റെ കഷ്ടതയുടെ പരമ്പര ആരംഭിച്ചു. അവൻ ഓർത്തു, ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്നിട്ട് അവൻ തന്നോട് തന്നെ സമാധാനമായി ദൈവസന്നിധിയിൽ നിന്ന് പറഞ്ഞു, ഇതിനകത്ത് ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാകാതിരിക്കില്ല. ഏതവസ്ഥയിലായിരുന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും, മഹത്വപ്പെടുത്തും, വിശുദ്ധി സൂക്ഷിക്കും, ദൈവഹിതത്തിന് യോഗ്യമാം വണ്ണം തന്നെ ഞാൻ ജീവിക്കും. മിസ്രൈമിലെത്തിയ ജോസഫിനെ കൊട്ടാര ഉദ്യോഗസ്ഥനായ പൊത്തിഫർ വിലയ്ക്ക് വാങ്ങി അവൻ്റെ ഭവനത്തിൽ അവനൊരടിമയായി ചെന്ന് പെട്ടതാണ്. എന്നാൽ അവൻ്റെ വിശുദ്ധ ജീവിതവും വിശ്വാസ ജീവിതവും സാക്ഷ്യ ജീവിതവും ഒക്കെ കണ്ട് ബോധ്യപ്പെട്ട പൊത്തിഫർ അവനെ തൻ്റെ വീടിൻ്റെ അധികാരിയാക്കി നിയമിച്ചു. അത് ദൈവിക പദ്ധതി പ്രകാരം സംഭവിച്ചതാണ്. അവൻ്റെ അപ്പൻ അവനെ പറഞ്ഞ് പഠിപ്പിച്ചതും ആ കാലം അത്രയും അവൻ ധ്യാനിച്ചുകൊണ്ടിരുന്നതുമായ ദൈവിക പ്രമാണങ്ങളെ അണുവിട വിടാതെ അവൻ പാലിച്ചു. സാധാരണ നിലയിൽ ഇങ്ങനെയൊരവസ്ഥയിൽ ഒരാൾ എത്തിയാൽ ദൈവത്തെ പഴി പറയുകയും കുറ്റപ്പെടുത്തുകയും ദൈവിക പ്രമാണങ്ങൾ മറക്കുകയും ഒക്കെ ചെയ്യാനാണ് സാധ്യത. എന്നാൽ ജോസഫ് നേരെ തിരിച്ചാണ് ചെയ്തത്. അവൻ ദൈവിക ആലോചനകളെ വളരെ മനോഹരമായി തൻ്റെ ജീവിതത്തിൽ പകർത്തി വച്ചു. ആ വിശുദ്ധിയിൽ അവൻ ആഴപ്പെട്ടു. ആ വിശുദ്ധിയിൽ തന്നെ അവൻ നിലനിൽക്കുകയും അതിൽ അവൻ്റെ ജീവിതത്തെ വളരെ മനോഹരമായി മുൻപോട്ട് നയിക്കുകയും ചെയ്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജോസഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ പൊത്തിഫറിൻ്റെ വീട്ടിലെ മേലധികാരിയായിരുന്ന ആ വേളയിൽ അവനവിടെ എല്ലാ അധികാരത്തോടും കൂടെ വാഴുന്ന വേളയിലാണ് അവൻ്റെ ജീവിതത്തിൽ വേറൊരു കഠിന പരീക്ഷണം ഉണ്ടായത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ജോസഫിൻ്റെ മേൽ കണ്ണുവെച്ച പൊത്തിഫറിൻ്റെ ഭാര്യ അവനെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ജോസഫ് സത്യമായിട്ടും ദൈവത്തോടുള്ള ആഴമേറിയ വിശ്വസ്തത അവിടെ വെളിപ്പെടുത്തി. ദൈവിക പ്രമാണങ്ങൾ ആഴത്തിൽ പഠിച്ചതുകൊണ്ടാണ്, ദൈവഹിതം എന്താണെന്ന് ആഴത്തിൽ അറിഞ്ഞതുകൊണ്ടാണ് ജോസഫിന് പിഴവ് പറ്റാതിരുന്നത്. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ അവൻ ആ സ്ത്രീയുടെ കുടിലമായ ബുദ്ധിയാൽ പിടിക്കപ്പെടുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത ചരിത്രമാണ്. കാരാഗ്രഹത്തിലെ അവൻ്റെ വാസം അതിലും കഠിനമായിരുന്നു. അതിഭയാനകമായ വേദനയുടെ പരമ്പരകളാണ് പിന്നെ അവനെ കാത്തിരുന്നത്. എന്നാൽ അവിടെയും അവൻ വിശ്വസ്തത കൈവിട്ടില്ല. ആ ദൈവിക പ്രമാണങ്ങളെ കുറെ കൂടെ ആഴത്തിൽ അവൻ ധ്യാനിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ധ്യാനം അവൻ്റെ ജീവിതത്തെ കുറെ കൂടെ ക്ലാരിറ്റി ഉള്ളതും കുറെ കൂടെ കൃത്യതയുള്ളതുമാക്കി തീർത്തു. ശരിക്കും കഷ്ടതകളുടെ വഴിയിലൂടെയുള്ള കടന്നുപോക്ക് ഒരാളെ ഒരുപാട് വിശുദ്ധനാക്കി തീർക്കുന്നുണ്ട്, വിലയുള്ള ഒരാളാക്കി തീർക്കുന്നുണ്ട്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ യാഥാർത്ഥ്യം ഇന്ന് പലരും വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ല. നമുക്കറിയാം, ഈ സ്വർണം എന്ന് പറയുന്ന സംഗതി, അതിന് വിലയുണ്ടായത് അത് സ്വർണം എന്ന നിലയിൽ മണ്ണിൽ നിന്ന് മാന്തിയെടുത്തതല്ല. അത് മണ്ണിൽ നിന്ന് മാന്തിയെടുക്കുമ്പോൾ സ്വർണത്തിൻ്റെ അംശമുള്ളതായ മൺകട്ടകളോ അല്ലെങ്കിൽ കല്ലുകളോ ഒക്കെ ആയിരുന്നു. അതിനെ പ്രോസസ്സ് ചെയ്ത് പൊടിച്ച് തീയിലിട്ട് ചുട്ട് അത് പ്രത്യേക രീതിയിൽ അനേക പ്രാവശ്യം പ്രോസസ്സ് ചെയ്ത് കട്ടപ്പുറത്ത് വെച്ച് അടിച്ച് ഭീകരമായ മർദ്ദനമുറകൾക്ക് വിധേയപ്പെടുത്തി ആസിഡിൽ മുക്കിയെടുത്ത് ചിലപ്പോഴൊക്കെ അതിനെ മെർക്കുറിക്ക് ടെസ്റ്റിന് വിധേയപ്പെടുത്തി ചില സന്ദർഭങ്ങളിലെങ്കിലും സയനൈഡ് പോലുള്ള അതിമാരകമായ വിഷപദാർത്ഥം അതിൽ ചേർത്ത് വെച്ച് അങ്ങനെ വേദനകളുടെ കഠിനമായ തീച്ചുളകളിലൂടെ അനേക വട്ടം കയറി ഇറങ്ങിയിട്ടാണ് സത്യമായിട്ടും സ്വർണത്തിന് മാറ്റുണ്ടായത്. സ്വർണമെന്ന മഞ്ഞലോഹം ഇന്ന് അതിൻ്റെ വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അതിനെക്കുറിച്ചുള്ള മോഹവും ആർത്തിയും ഒന്നും നമുക്ക് അവസാനിക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് വിലയുണ്ടായത് അത് സഹിച്ച മഹാപീഡന പരമ്പരയ്ക്ക് ശേഷമാണ്. സത്യത്തിൽ ആ പീഡന സഹനമാണ് അതിനെ വിലയുള്ളതാക്കി തീർത്തത്. അത് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ഉരുകിയില്ലായിരുന്നെങ്കിൽ സ്വർണത്തിനാരും ഒരു വിലയും കൽപ്പിക്കുകയില്ലായിരുന്നു. അത് നാം തിരിച്ചറിയണം, അത് നമുക്ക് ബോധ്യപ്പെടണം. സഹനത്തിൻ്റെ തീച്ചൂളൽ കടന്നു പോകുമ്പോൾ ഞാൻ വിലയുള്ള ഒരാളായി മാറുകയാണെന്ന്, വില മതിക്കാനാകാത്ത ഒരാളായി തീരുകയാണെന്ന് ബോധ്യപ്പെടുകയാണ് വേണ്ടത്. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ്.
സഹന പരമ്പരകളിലൂടെ കടന്നു വന്നവർ തന്നെയാണ് വിലമതിക്കാനാകാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീർന്നിട്ടുള്ളത്. ലോകത്ത് ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന യേശുക്രിസ്തുവാണ് ലോകത്തെ ഏറ്റവും വില നിർണ്ണയിക്കാനാകാത്ത അമൂല്യ വ്യക്തിയായി ഇന്ന് നിലനിൽക്കുന്നത്, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ സഹന പരമ്പരകളിലൂടെ കടന്നു വന്ന മറ്റൊരു മഹാനാണല്ലോ ഭാരതം എല്ലാ കാലവും മറക്കാതെ ഓർത്ത് വയ്ക്കുന്ന രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി. അദ്ദേഹത്തെ ഈ സഹന പരമ്പരകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് അദ്ദേഹം പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സഹന പരമ്പരകളാണ് അദ്ദേഹത്തെ ക്ലാരിറ്റിയുള്ള ഒരാളാക്കി തീർത്തത്, ലോകം മുഴുവനും അദ്ദേഹത്തെ വിലയുള്ള വ്യക്തിയാക്കി തീർത്തത്. എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രതിമകൾ സ്ഥാപിക്കപ്പെടുകയും ഒരുപാട് സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സഹനത്തിൻ്റെ പരമ്പരകളിലൂടെ ചരിത്രം എഴുതിയത് കൊണ്ടാണ് അത് സാധ്യമായത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ആഴത്തിൽ നാം പഠിക്കുകയും ബോധ്യപ്പെടുകയും നാം ക്ലാരിറ്റി ഉള്ളവരായി തീരുകയും ഒക്കെ ചെയ്യുകയാണ് സഹന പരമ്പരകളിലൂടെ കടന്നു പോകുമ്പോൾ. നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഓരോ സഹനങ്ങളും നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവഹിതം എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ നാളുകൾ നമ്മുടെ നാട്ടിൽ നടന്ന പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമുക്കുള്ള വ്യക്തമായ പാഠങ്ങളാണ് പ്രിയപ്പെട്ടവരെ. വ്യക്തമായി ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ കർത്താവിന് അവകാശപ്പെട്ടതൊക്കെ കർത്താവിൻ്റെ ഹിതമനുസരിച്ചാണ് ചിട്ടപ്പെടുത്തപ്പെടേണ്ടത്, നയിക്കപ്പെടേണ്ടത്. പക്ഷെ പലപ്പോഴും അത് കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവിടെ അതിൻ്റേതായ ശൈലി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രകൃതി ദുരന്തങ്ങളൊന്നും ദൈവസൃഷ്ടിയല്ല, എല്ലാം മനുഷ്യ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ചരിത്രത്തിൻ്റെ ആരംഭകാലം മുതൽ ഇന്ന് വരെയുള്ള സകല പ്രകൃതി ദുരന്തങ്ങളുടെയും പിന്നിൽ മനുഷ്യൻ മാത്രമാണ്. മനുഷ്യൻ്റെ പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റമാണ്, അമിതമായ ചൂഷണമാണ്, അതിന് തർക്കമില്ല. ദൈവം ഇതിനെ സൃഷ്ടിച്ച് മനുഷ്യനെ ഏൽപ്പിച്ചപ്പോൾ അവനോട് പറഞ്ഞത് നീ ഇതിൻ്റെ പരിപാലകനായിരിക്കുക എന്നാണ്. നീ ഇതിൻ്റെ പരിപാലകനായിരിക്കുക, ഇതിന് കേടുപറ്റാതെ ഉടവ് തട്ടാതെ ഇതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വരാതെ നീ ഇതിൻ്റെ പരിപാലകനായിരിക്കുക. സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടതാണ് ഭൂമി മനുഷ്യൻ്റെ കയ്യിൽ. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? തൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി, തൻ്റെ ആഡംബരത്തിന് വേണ്ടി, തൻ്റെ സാമ്പത്തിക വർധനവിന് വേണ്ടി, തൻ്റെ ഗീശ വീർപ്പിക്കാൻ വേണ്ടി പ്രകൃതിയെ പരമാവധി കൊള്ളയടിച്ചു, ഒരുപാട് ചൂഷണം ചെയ്തു. അതുപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ ദൈവത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നെട്ടോട്ടത്തിൻ്റെ മധ്യേ ദൈവശക്തി എന്നോ ദൈവനാമമെന്നോ ഉള്ളത് ഇല്ലാതെയാക്കി എല്ലാം ഞാനാണെന്ന് പറയാനുള്ള മനുഷ്യൻ്റെ തത്രപ്പാടിനിടയിൽ അവൻ ഈ പ്രകൃതിയിൽ ദൈവം കരുതി വെച്ച പലതിനെയും ചേരാൻ പാടില്ലാത്തതിനെ ചേർത്തു. ചേരാൻ പാടില്ലാത്തത് തമ്മിൽ ചേർന്നാൽ ഭയാനകമായ വിസ്ഫോടനങ്ങൾ ഉണ്ടാകും. പ്രകൃതിക്ക് തന്നെ അത് മഹാദുരന്തമായും തകർച്ചയായും മാറും. അങ്ങനെയാണ് പലപ്പോഴും പ്രകൃതിയിൽ വലിയ ഭൂകമ്പങ്ങളും വലിയ വേലിയേറ്റങ്ങളും സുനാമികളുമൊക്കെ ഉണ്ടാകുന്നത്. മനുഷ്യൻ നടത്തിയിട്ടുള്ള അണുവിസ്ഫോടനങ്ങളെല്ലാം പരീക്ഷണങ്ങളായാലും അല്ലാതെ നടത്തിയതായാലും ഈ ഭൂമി എന്ന ദൈവ സൃഷ്ടിയായ മനോഹരമായ ഗോളത്തെ വല്ലാതെ പിടിച്ച് ഉലച്ചിട്ടുണ്ട്. അതുപോലെ മനുഷ്യൻ ഇതിൽ നിന്ന് മരങ്ങളെ വെട്ടിമാറ്റിയതും മനുഷ്യൻ കണ്ടുപിടിച്ചതായ യന്ത്ര ഉപകരണങ്ങളിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നതായ കാർബൺ ഡൈ ഓക്സൈഡും, അതുപോലെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ അവൻ ശാസ്ത്രത്തിൻ്റെ പുരോഗതി എന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെ മേൽ അവൻ നടത്തിയതായ താണ്ഡവങ്ങളും, ആകാശവും ഭൂമിയും ഭൂമിക്ക് കീഴെയുള്ള വെള്ളവും ഒരുപോലെ പൊല്യൂട്ടഡ് ആക്കപ്പെട്ടപ്പോൾ ഉണ്ടായതായ പ്രകൃതിയുടെ എല്ലാ വിധത്തിലുള്ളതായ നിലനിൽപ്പിൻ്റെ വെല്ലുവിളിയുമൊക്കെ പ്രിയപ്പെട്ടവരെ മനുഷ്യനിർമ്മിതമാണ്. ഇപ്പോൾ മനുഷ്യൻ പലപ്പോഴും ചോദിക്കുന്നത് ദൈവം എന്താണ് രക്ഷിക്കാത്തത്, ദൈവം എന്താണ് രക്ഷിക്കാത്തത് എന്നാണ്. മനുഷ്യനാണ് രക്ഷകനെന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞിരിക്കെ, രക്ഷ ചെയ്യാനുള്ള ഉത്തരവാദിത്വം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കെ, രക്ഷ ചെയ്യേണ്ടതിന് പകരം അവനതിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് തൻ്റെ ചെയ്തികൾ കൊണ്ട് ഭൂമി തകർന്നു വീഴുമ്പോൾ ദൈവം എന്താണ് രക്ഷിക്കാത്തത് എന്ന് ചോദിക്കുന്ന മനുഷ്യൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ്? മനുഷ്യൻ എന്താണ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ ചെയ്യുന്ന എല്ലാ തോന്നിയവാസങ്ങൾക്കും അടിയൊപ്പ് വെച്ച് തരികയും എൻ്റെ കയ്യിലിരിപ്പ് ദോഷം കൊണ്ട് പ്രകൃതിക്കും എനിക്കും സംഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളും നികത്തി തരികയും ഞാൻ പ്രകൃതിയെ അങ്ങേയറ്റം തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും ഒറ്റ ടച്ച് കൊണ്ട്
അല്ലെങ്കിൽ ഒരു സ്പർശനം കൊണ്ട് നേരെയാക്കി നിർത്തുകയും ചെയ്യേണ്ട, എൻ്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കേണ്ട ആരോ ഒരാളാണ് ദൈവം എന്നൊരു കാഴ്ചപ്പാട് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പരമൊരു അബദ്ധ ചിന്ത വേറെ എന്താണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? എന്താണുള്ളത്? നാം ഇനിയും അത് ചിന്തിക്കാൻ താമസിക്കരുത്. എൻ്റെ എല്ലാ തോന്നിയ വാസങ്ങൾക്കും അടിയൊപ്പ് വെച്ച് തരാനുള്ള ആളല്ല ദൈവം. ദൈവം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നീ സൂക്ഷിക്കുക, നിൻ്റെ കഷ്ടത നീ തന്നെ വരുത്തി വയ്ക്കുന്നതാണ്. നീ എൻ്റെ പ്രമാണങ്ങളെ പരിശോധിക്കുക, ആ പ്രമാണങ്ങളിൽ പറയുന്നത് പാലിക്കുക. അത് മാത്രം പാലിച്ചാൽ മതി, നിനക്കിവിടെ ദോഷം തട്ടാതെ ജീവിക്കാം. നീ ഇന്ന് അനുഭവിക്കുന്ന മാരക രോഗങ്ങളിൽ പലതും നിൻ്റെ ജീവിത ശൈലി കൊണ്ട്, ഈ പ്രകൃതിയിൽ നീ ഉണ്ടാക്കിയ തകർച്ച കൊണ്ട് വന്നുപെട്ടതാണ്. ഒന്നോർത്താൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് എവിടെയാണ് ശുദ്ധവായു ശ്വസിക്കാൻ പറ്റുക? നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ എന്തുമാത്രം വിഷമാണുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിനകത്ത് നാം വലിച്ചു കയറ്റുമ്പോൾ ഈ ശരീരത്തിൻ്റെ സിസ്റ്റത്തെ മൊത്തത്തിൽ അത് ബാധിക്കുകയല്ലേ? അത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്നില്ലേ? കാതിൻ്റെ കേൾവിയെ ബാധിക്കുന്നില്ലേ? അത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലയെ ബാധിക്കുന്നില്ലേ? കരളിൻ്റെ നിലയെ ബാധിക്കുന്നില്ലേ? ശ്വാസകോശത്തെ ബാധിക്കുന്നില്ലേ? കിഡ്നിയെ ബാധിക്കുന്നില്ലേ? നാഡീഞരമ്പുകളെ ബാധിക്കുന്നില്ലേ? മസ്തിഷ്കത്തെ ബാധിക്കുന്നില്ലേ? മൊത്തത്തിലൊരു മനുഷ്യൻ്റെ വലിയ തകർച്ചയ്ക്ക് അത് കാരണമാകുന്നില്ലേ? കുടിക്കുന്ന വെള്ളം എവിടെയാണ് പ്രിയപ്പെട്ടവരെ ശുദ്ധവെള്ളം കുടിക്കാൻ കിട്ടുക? ഭൂമിയിൽ അപൂർവ ഇടങ്ങളിൽ മാത്രമാണത് കിട്ടുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ ചെന്നാൽ ശുദ്ധവെള്ളം കിട്ടുന്ന ചില പ്രദേശത്തേക്ക് വാഹനങ്ങൾ കടത്തിക്കൊണ്ടു പോകാനോ ഏതെങ്കിലും യന്ത്രം അവിടെ പ്രവർത്തിക്കാനോ അനുവദിക്കില്ല. കാരണം അവിടുത്തെ ജലം ഒരു കാരണവശാലും മലിനമാകരുത്. മനുഷ്യൻ പോലും നിയന്ത്രിതമായ നിലയിലേ അവിടേക്ക് കടന്നു പോകാൻ അനുവദിക്കുന്നുള്ളൂ. കാരണം അവർക്ക് അതിൻ്റെ വിലയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സുകളായിരുന്ന പൊതുകുളങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? ഈ പൊതുകുളങ്ങളെല്ലാം മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ചവറ്റുകുഴികളാക്കി മാറ്റിയില്ല നമ്മൾ. എന്തുമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചപ്പുചവറുകളുമാണ് പൊതുവായ ജലാശയങ്ങളിൽ ഈ മനുഷ്യർ ഉപേക്ഷിച്ചത്. ഉല്ലാസയാത്രയ്ക്ക് പോയി അതിൻ്റെ തീരത്തിരുന്ന് ബീഡി വലിച്ച് കുറ്റി അതിലേക്ക് എറിയുമ്പോൾ, പലഹാരങ്ങളൊക്കെ തിന്നിട്ട് അതിൻ്റെ വേസ്റ്റ് അതിലേക്ക് എറിയുമ്പോൾ, അത് പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കൂടും അതിലേക്ക് എറിയുമ്പോൾ, വാഹനത്തിൽ കൊണ്ടുവന്ന് ബാക്കി വേസ്റ്റും കൂടി എടുത്ത് അതിൻ്റെ അരികത്ത് വെച്ച് അത് അതിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ, ദൈവമക്കളെ എന്ത് വലിയ മാരകമായ അവസ്ഥയാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. ഇപ്രകാരമുള്ള ജലാശയങ്ങളിൽ നിന്ന് അടിച്ചു കയറ്റുന്ന വെള്ളം ശുദ്ധീകരിച്ച് അണുവിമുക്തമാക്കി പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് കുടിവെള്ളങ്ങൾ നൽകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനെ അണുവിമുക്തമാക്കാൻ വേണ്ടി പലപ്പോഴും ചെയ്യുന്നത് അതിനകത്ത് പരിധിയിൽ കൂടുതൽ വിഷാംശം കലർത്തുന്നുണ്ട്. ഈ വിഷാംശമാണ് വെള്ളം കുടിക്കുന്നവരുടെ ഉള്ളിലേക്ക് എത്തുന്നത്. ഇത് എത്രത്തോളം കർശനമായ പരിശോധനകൾക്ക് വിധേയപ്പെടുത്തിയിട്ടാണ് ഈ ജനത്തിന് മുഴുവൻ വിതരണം ചെയ്യുന്നത്. ഒരു അർദ്ധ നൂറ്റാണ്ടിനപ്പുറം കേട്ടുകേൾവി പോലും ഇല്ലാത്ത അതിമാരകമായ ഭയാനകമായ രോഗങ്ങൾ നാടിനെ ഗ്രസിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുക. അത് പാലിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായും അവിടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പ്രകൃതിയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയുമില്ല. ഇന്ന് ഈ പ്രകൃതി മനുഷ്യവാസയോഗ്യമല്ലാതെ ആയിത്തീരുന്നുവെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ട് അതിനെ മനുഷ്യവാസയോഗ്യമാക്കാൻ നെട്ടോട്ടമോടുന്ന ശാസ്ത്രജ്ഞന്മാർ അവർ തന്നെ പറയുന്നുണ്ട്, മറുവശത്ത് നിന്നുകൊണ്ട് ഇതിനെ ഈ നിലയിൽ എത്തിച്ചത് മനുഷ്യൻ്റെ കടന്നുകയറ്റവും ഒരു വിധത്തിലും നീതിയില്ലാത്ത പെരുമാറ്റങ്ങളുമാണെന്ന്. അപ്പോൾ ദൈവിക പ്രമാണങ്ങൾ പഠിച്ച് അത് പാലിച്ചാൽ നമ്മുടെ കഷ്ടതയിൽ നിന്ന് നമുക്ക് ഇനിയും കരകയറാൻ അവസരമുണ്ട്. ഈ കഷ്ടത വരുമ്പോഴെങ്കിലും ആ പ്രമാണങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാകണ്ടേ പ്രിയപ്പെട്ടവരെ? യെശയ്യാ പ്രവാചകനെ സംബന്ധിച്ച് എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ തന്നെ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. നിൻ്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. ഭൂവാസികൾ നീതിയെ പഠിക്കുന്നത് എപ്പോഴാണെന്നാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. നിൻ്റെ ന്യായവിധി ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നിൻ്റെ ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ നിൻ്റെ ന്യായങ്ങളെ പഠിക്കും. ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഓരോ സൂചനകളാണ്. സർവനാശത്തിലേക്ക് ഈ ഭൂമി നീങ്ങുന്നു എന്നതിൻ്റെ സൂചന, അല്ലെങ്കിൽ ഈ നാട് നീങ്ങുന്നു എന്നതിൻ്റെ സൂചന കിട്ടുമ്പോഴൊന്നും അതിന് വില കൽപ്പിക്കാതെ അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്താതെ വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭയാനകമായ
ചൂഷണത്തിൻ്റെ പിന്നാലെ പായുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉപഭോഗത്തിൻ്റെ സുഖത്തിന് പിന്നാലെ ഓടുമ്പോൾ നാം ചില കർശനമായ നിലപാടുകൾ എടുക്കാനാണ് പ്രമാണം നമ്മളോട് പറയുന്നത്. ഇനി താമസിച്ചാൽ അതിന് നാം കൊടുക്കേണ്ടി വരുന്ന വില ചെറുതായിരിക്കുകയില്ല. കഷ്ടതയുടെ നാളുകളിൽ വേദപുസ്തകം തുറന്ന് ആഴത്തിൽ പരിശോധിക്കുകയും വേദപ്രമാണത്തിലെ മർമ്മങ്ങളെ ഹൃദയത്തിലാക്കുകയും അത് ജീവിതത്തിൽ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരികയും ചെയ്യണം. ഇനിയും ഒരു വാക്യം കൂടെ ചേർത്ത് വെച്ചാൽ മിഖാപ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: കേട്ടോ, യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു, വടിയെയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പീൻ. ദൈവത്തിൻ്റെ നാമം ഭയപ്പെടുന്നത് ഉചിതമാകുന്നു, വടിയെയും അതിനെ നിയമിച്ചവനെയും ഭയപ്പെടുക എന്നാണ് പറഞ്ഞത്. ഓരോ വടികൾ കൊണ്ട് ഓരോ പ്രാവശ്യം അടിക്കപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് വേണം. ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് വിധിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഈ മാതാപിതാക്കൾ മക്കളെ അടിക്കുന്നത് ശിക്ഷ എന്നതിലുപരി ബാലശിക്ഷ എന്ന് വിളിക്കുന്നു. അത് ഓർമ്മപ്പെടുത്തലാണ്. വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മനോഭാവത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ അതെത്ര ഭയാനകമാണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അനുകമ്പ എന്ന് പറയുന്നത് നമ്മുടെ ആളുകളിൽ നിന്ന് പൂർണ്ണമായും ചോർന്നു പോവുകയാണോ? പണത്തിനു വേണ്ടിയോ അധികാരത്തിനു വേണ്ടിയോ സ്വത്തിനു വേണ്ടിയോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ മനുഷ്യ ജീവിതങ്ങളെ നിർദ്ദയം അരിഞ്ഞു തള്ളുമ്പോൾ, അത് നമ്മുടെ നാട്ടിലൊരു വലിയ പ്രതിഭാസമായി മാറുമ്പോൾ, മനുഷ്യ ജീവിതത്തിന് ജീവൻ ഒരു വിലയുമില്ലാതെ ആണ് മനുഷ്യൻ പെരുമാറുന്നത് കാണുമ്പോൾ, വഴിയിൽ വെച്ച് മനുഷ്യനെ തടഞ്ഞു നിർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി ജീവൻ കുത്തിയെടുക്കുന്നത്, ഒരു ഇഷ്ടക്കേട് തോന്നിയാൽ ആളെ വെട്ടിക്കൊല്ലുന്നത്, പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ഒരു സ്വകാര്യ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി ഒരുപാട് പേരുടെ ജീവിതത്തെ അങ്ങ് ഹോമിക്കുന്നത്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവിക പ്രമാണങ്ങളുടെ ലംഘനമാണ്. നീതിക്ക് വിരുദ്ധമായ പെരുമാറ്റങ്ങളെല്ലാം ദൈവത്തോടുള്ള കഠിനമായ വെല്ലുവിളികളാണ് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ള പോക്ക് മനുഷ്യനെ തകർക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ സങ്കീർത്തകൻ പാടി, ഞാൻ കഷ്ടത്തിലായിരുന്നത് കൊണ്ട് ഞാൻ നിൻ്റെ പ്രമാണങ്ങളെല്ലാം പഠിച്ചു, അതുകൊണ്ട് എൻ്റെ കഷ്ടത എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തകർച്ചകളും കഷ്ടതകളും ഒക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരുത്താനും ദൈവിക പ്രമാണങ്ങൾ ബോധ്യപ്പെട്ട് ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ പഠിക്കാനുമൊക്കെ നമുക്ക് ഉപകരിക്കുമെങ്കിൽ അതെത്ര നല്ലതായിരുന്നു പ്രിയപ്പെട്ടവരെ. ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അസുഖം വന്നപ്പോഴാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞത് എന്ന്. സത്യമാണ്. വേറെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അപകടത്തിൽപ്പെട്ട് കുറേ നാൾ കിടന്നപ്പോഴാണ് എൻ്റെ ആരോഗ്യം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ സഞ്ചരിക്കുന്നതാണ് കാമ്യമെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകാൻ, ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുവാൻ കഷ്ടത നമ്മെ സഹായിക്കും. അതുകൊണ്ട് കഷ്ടത ഒരു നഷ്ടമെന്നല്ല, എല്ലാ അർത്ഥത്തിലും അത് ലാഭമാണെന്ന് വായിച്ചെടുക്കാനുള്ള വിവേകം നമുക്കുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിലിരുന്ന് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കഷ്ടത ഇങ്ങനെ പിന്തുടരുന്നത് എന്ന്, അല്ലെങ്കിൽ കഷ്ടത എന്ത് പാഠമാണ് പഠിപ്പിക്കുന്നതെന്ന് സങ്കീർത്തകൻ ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ആഴത്തിൽ അറിയാൻ, അത് പാലിക്കാനൊക്കെ കഷ്ടത സഹായിക്കുന്നുണ്ട്. ദൈവമേ, അത് കേട്ടിട്ട് അതിന് പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഇന്ന് കേട്ട ദൂത് ഞങ്ങളുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച് മനനം ചെയ്യാനും അതിന് പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സഹായിക്കണം. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Body